Hi, hello, it's me Jamal from Jealous Release Vlogs. Welcome back to our channel. The most beautiful in this world is, of course, the word itself. Traveling. Traveling, it leaves you speechless and turning you into a storyteller. We live in a wonderful world that is full of beauty, charm, and adventure. There is no end to these adventures we can have if only we seek them with our eyes open. എന്നാണല്ലോ. അപ്പോൾ ഈ ഒരു ചിന്തയിൽ ഞാനും ഹസ്ബൻഡും കുഞ്ഞാവയും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അങ്ങ് പുണ്യപുരാതനമായിട്ടുള്ള സ്ഥലം കാണുവാൻ വേണ്ടി. മലയാറ്റൂരാണ് സ്ഥലം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മലയാറ്റൂർക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഫുഡ്, അങ്ങനെ കുറച്ച് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്താണ് പോന്നിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സമയം കണ്ടെത്തി ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു. എപ്പോഴും ഈ വർക്ക്, അതുപോലെ തന്നെ വീട്ടിലെ ജോലി, കുഞ്ഞിനെ നോട്ടം, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്ത് പോകണ്ടേ? പോകണം. നിങ്ങളും ഇങ്ങനെ യാത്രയൊക്കെ പോയി നോക്കട്ടോ. വീട്ടുകാരുടെ ഒപ്പം പോകുന്നതിൻ്റെ ഒരു ഫീലിംഗ് അത് വേറൊന്നും തന്നെയാണ്. നമ്മൾ തന്നെ പോകുന്നതിൻ്റെ ഫീലിംഗ് വേറെയാണ്. അപ്പം ഞാൻ കൂടുതൽ വീട്ടുകാരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. നഗരമധ്യ തിരക്കേറിയ വീതിയിലൂടെയുള്ള കാഴ്ചകൾ, അതെ, വഴിയോര കാഴ്ചകൾ. വഴിയോര കാഴ്ചകളുടെ മഹത്വം വളരെ വലുതാണ്. നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും കുളിർമ അണിയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഒട്ടനവധിയാണ്. കാലാവസ്ഥ അങ്ങനെ അനുകൂലമാണെങ്കിൽ പിന്നെ പറയണ്ട. ആഹാ, എന്താ രസം. ഇരുട്ടിന്റെ സന്ധ്യയാകുമ്പത്തെ അടർത്തി മാറ്റുവാനായിട്ട് പ്രകാശം പരത്തി നിൽക്കുകയാണ് പ്രൗഢ ഗാംഭീര്യത്തോടുകൂടി നമ്മുടെ വഴിയോര വിളക്കുകൾ. മറ്റൊരു ആകർഷണീയമായ കാഴ്ച എന്തെന്നാൽ ഓരോ ഭവനങ്ങളിലും ചെറു ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ആകർഷണീയമായ കാഴ്ച തന്നെയാണ്. അതിലേറെ പുതുമയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ വളരെ അപൂർവമായി കണ്ടുകിട്ടുന്ന ഒരു കാര്യമാണ് ആ സന്ധ്യാദീപത്തെ വണങ്ങി നാമം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളും മുത്തശ്ശികളും മുത്തശ്ശന്മാരും ഒക്കെ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരക്കേറിയ ജനമധ്യത്തിലൂടെ സഞ്ചരിക്കവേ ഒരു കാര്യം അപ്പോഴാണ് ഓർത്തത്. ഈവനിങ് ടൈമിലുള്ള ഒരു ചായ കൂടി. അതെ, എല്ലാ ദിവസവും ഈവനിങ് ടൈമിൽ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ശരീരത്തിനും ഒരു വല്ലാത്ത തരം അസ്വസ്ഥതയാണ് എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ. ഹസ്ബൻഡിനും അതുപോലെ തന്നെ. അപ്പം ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റ് കിട്ടി. വളരെ നീറ്റായിട്ട് എടുക്കുന്ന റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമായി. കാരണം നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് നന്നായിട്ട് മനസ്സമാധാനത്തോടെ കഴിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ 2 ചായയും ഒരു ബോളിയും റോസ്റ്റും ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഇച്ചേനും ബോളിയാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായി. അപ്പോഴത്തേക്കും നല്ല അടിപൊളി ചായ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല ചായയാണെന്ന് തോന്നുന്നു. നല്ല കടുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നല്ല ചൂടുള്ളത് കൊണ്ട് ഊതി ആസ്വദിച്ച് കുടിക്കുകയാണ്. എന്നിട്ട് എൻ്റെ നെയ് റോസ്റ്റ് എന്താ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട് കിച്ചണിലായിട്ട്. അപ്പോഴത്തേക്ക് അവിടെ ചേട്ടൻ നെയ് റോസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിൽ നെയ് റോസ്റ്റ് കൊണ്ടേ വെച്ചു. ഞാനത് വളരെയധികം ആസ്വദിച്ച് കഴിച്ചു. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വളരെ സ്ലോയിലായിട്ട് കഴിക്കാറ്, അങ്ങനെ ഫാസ്റ്റായിട്ട് കഴിക്കില്ല. അങ്ങനെ പതുക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ അങ്ങ് കാണുന്നതാണ് മലയാറ്റൂർ മല. അതിൻ്റെ ഒപ്പം തന്നെ ഈ സൈഡ് വഴികളിലൊക്കെ മനോഹരമായ കാഴ്ചകളുണ്ട്. ഇതൊരു തടാകമാണ്. നമ്മുടെ മലയാറ്റൂർ മലയുടെ തൊട്ട് താഴെയുള്ളൊരു സൈഡിലായിട്ട് കാണുന്ന ഒരു തടാകമാണ്. വളരെ ഭംഗിയാണ് ഇവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു പാർക്കും ഉണ്ട്. നല്ലൊരു പാർക്കാണ്. ബേബീസിനൊക്കെ വളരെ ഇഷ്ടമാവും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി. പുണ്യപുരാതനമായിട്ടുള്ള നമ്മുടെ മലയാറ്റൂർ സ്ഥലമാണിത്. മലയാറ്റൂർ മല കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്ഥലമാണ്. മെയിൻ എൻട്രൻസ്. അവിടെ നിന്ന് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ കുഞ്ഞ് എഴുന്നേറ്റു. പിന്നെ ഒച്ചപ്പാടായി, ബഹളമായി, സന്തോഷമായി, ആള് തുള്ളിച്ചാട്ടമായി. അങ്ങനെ കളിച്ച് ചിരിച്ച് ഞങ്ങൾ കുറച്ച് തിരികളും വഴിപാട് നടത്താനായിട്ട് കുറച്ച് രൂപങ്ങളും അതോടൊപ്പം തന്നെ വേറെ കുറച്ച് വഴിപാട് നടത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് മല ചവിട്ടുകയായി. കുഞ്ഞിന് വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതൊക്കെ. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാർന്നതും അതോടൊപ്പം തന്നെ അതിലുപരി അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകളുമാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങൾ മല ചവിട്ടുകയാണ്. കുഞ്ഞിന് ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ എനിക്കൊരു സ്പെഷ്യലായിട്ടൊരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ, കല്ല് ചുമക്കുക എന്നുള്ളത്. പണ്ട് തൊട്ടേ കാരണവന്മാരായിട്ട് അനുഷ്ഠിച്ച് വരുന്ന ഒരു വഴിപാടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലും ഇതുപോലെ കുഞ്ഞ് കല്ല് ചുമന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്, ഞാൻ എടുത്തു പറയുകയാണ്. ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മല ചവിട്ടി.
കയറുകയാണ്. ഇതൊരു കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. കാരണം നമുക്ക് ഓടി കയറാൻ പറ്റത്തില്ല, പതുക്കെ കയറാൻ പറ്റുള്ളൂ. സപ്പോർട്ടായിട്ട് ഒരു വടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കയറിപ്പോകും. പിന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി സംസാരിച്ചൊക്കെ കയറുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിലെത്തും. നമ്മളീ പോകുന്ന വഴിക്ക് ഞങ്ങൾ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയൊന്നും ചെയ്തില്ല. കുഞ്ഞിനുണ്ടത് കരുതിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഞങ്ങൾ വെള്ളം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല, കാരണം അടുത്ത് പോകുമല്ലോ എന്നുള്ളൊരിതുണ്ട്. പിന്നെ ദാഹിച്ചുമില്ല കേട്ടോ, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ കാഴ്ച ഇങ്ങനെ മല ചവിട്ടാനായിട്ട്. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെയും ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിലെയാണ് പോയത്, അപ്പോൾ ഓർമ്മയില്ല. കാരണവന്മാർ പറഞ്ഞുള്ളൊരറിവേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം മെച്ചോർഡായതിനു ശേഷം, അറിവായതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് ഫാമിലിയായിട്ട് ഇങ്ങനെ പോകുന്നത്. അത് ആഫ്റ്റർ മാരേജ് ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്, വിത്ത് ബേബി. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അങ്ങനെ നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നിയില്ല. വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ച് പോയാൽ നമുക്ക് വയറൊക്കെ കുളിച്ച് പിടിക്കും, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം കുത്തനെയുള്ള കയറ്റാണ്, കാലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചും പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോയത് കൊണ്ട് അത്ര മടുപ്പ് തോന്നിയില്ല. അങ്ങനെ ഒരുപാട് തീർത്ഥാടകരാണ് ദിനംപ്രതി ഇവിടെ വരുന്നത്. ചിലർ കുരിശുമേന്തി വരുന്നു, ചിലർ കല്ലുമേന്തി വരുന്നു. വളരെ ആകർഷണീയമായ കാഴ്ച തന്നെയാണത്. അതുപോലെ ഈ വരുന്നത് ഞാനാണ് കേട്ടോ. ഞാനൊരു കല്ലൊക്കെ ചുമന്നാണ് പോരുന്നത്. ഇതിൻ്റെ വഴിപാടാണ്. ഞാൻ പറയുകയാണ്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് കേട്ടോ. ഇതെൻ്റെ ഒരു വിശ്വാസമാണ്. പണ്ട് മുതൽക്കേ കാരണവന്മാർ പറഞ്ഞു കേട്ടറിവുള്ള കാര്യങ്ങളാണ് ഇതുപോലെ കല്ലുകൾ ചുമക്കുന്നതും അതുപോലൊപ്പം തന്നെ കുരിശുകൾ കയറി കുരിശുകളുമായിട്ട് ഇങ്ങനെ ചുമന്ന് മല ചവിട്ടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പം ഇതിൽ എന്തുമാത്രം വാസ്തവികതയുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമാണല്ലോ. ആ വിശ്വാസത്തിന് പുറത്താണ് ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കപ്പെട്ടു പോരുന്നത്. അപ്പം ആ രീതിയിലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഇങ്ങനെ കല്ലുകൾ ചുമന്ന് കയറിയ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന്. അന്ധവിശ്വാസമൊന്നും അല്ല കേട്ടോ, എന്നാൽ ആവശ്യത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം താമ്പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കുഞ്ഞാവ നല്ല ജില്ലായിട്ടാണ് നിൽക്കുന്നത്, വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. പൊന്നും കുരിശും മുത്തപ്പോൾ പൊന്മലകയറ്റം എന്ന തീർത്ഥാടകർ അവിടെ പാടുമ്പോൾ കുഞ്ഞിവിടെ അതിനനുസരിച്ച് പാടാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാഴ്ചകളും കുഞ്ഞിനെ വളരെ അത്ഭുതമാണ്, കാരണം അത്ഭുതത്തോടെയാണ് എല്ലാം നോക്കി കാണുന്നത്. പിന്നെ ഇടയ്ക്ക് ഇച്ചാനും കുഞ്ഞും ഇരുന്നും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാണ്, കൊച്ചിന് വെള്ളമൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്താണ് ഞങ്ങൾ മല കയറുന്നത്. ഞാനങ്ങനെ വെള്ളം കുടിച്ചില്ല, ഇച്ചാനും അത്ര കാര്യമായിട്ട് കുടിച്ചില്ല, കാരണം മടുക്കുമെന്ന് ഓർത്തോട്ടെ. അപ്പോൾ കരോട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് മുകളിലാണ് കേട്ടോ. ഓരോ ജില്ലയിൽ ഓരോരോ വാക്കുകൾ വ്യത്യാസമുണ്ട്. അപ്പം മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മാറ്റുക ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ വീണ്ടും മല കയറി. അങ്ങനെ ഈ മലയിൽ സ്ഥാപിച്ചിരിക്കുന്ന 14 കുരിശിടങ്ങളിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നടക്കലൊക്കെ കയറി നമ്മൾ പള്ളിയുടെ സൈഡിൽ എത്താറായിട്ടുണ്ട്, അതായത് മുകളിൽ എത്താറായിട്ടുണ്ട്. അപ്പം ആ കാണുന്നതാണ് പള്ളി. കുറച്ചുകൂടെ കയറി ഞങ്ങൾക്ക് പള്ളിയിലോട്ട് നിഷ്പ്രയാസം എത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ കയറി പള്ളിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും പള്ളിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ മുകളിൽ ഭാഗത്തെത്തി. അപ്പം ഈ മുകൾ ഭാഗത്തെത്തിയപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നി, ഇവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം അതിനെക്കുറിച്ച്. അപ്പം ഇതൊക്കെ കേട്ടറിവുള്ള കാര്യങ്ങളാണ് കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ തോമസ് സ്ലീഹായിൽ സ്ഥാപിതമായെന്ന് കരുതുന്നതാണ് നമ്മുടെ ഈ കാണുന്ന മലയാറ്റൂർ പള്ളി. മലയാറ്റൂർ പള്ളി ഇന്ന് ഒരുപാട് രാജ്യാന്തര തീർത്ഥാടകരുടെ ഒരു രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. യൂദായിലെ ഗലീലി എന്ന ദേശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന തോമസ് സ്ലീഹ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ആകർഷണനായി. വള്ളവും വലവും ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. യേശുവിൻ്റെ മരണശേഷം സ്ലീഹാമാരെല്ലാം ഒത്തുചേർന്ന് യേശുവചനങ്ങൾ ലോകമെങ്ങാടും പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തോമസ് സ്ലീഹയ്ക്ക് കിട്ടിയത് ഭാരതം എന്ന പ്രദേശമായിരുന്നു. AD 52 ഇന്ത്യയിലെ ഒരു രാജാവായിരുന്ന ഗുണ്ടഫെറിൻ്റെ കൊട്ടാരം നിർമ്മിക്കുവാൻ നല്ലൊരു ശില്പിയെ തേടി ഹാബാൻ എന്നൊരു യഹൂദ കച്ചവടക്കാരൻ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തോടൊപ്പം തോമസ് സ്ലീഹ കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. കേരളത്തിൽ കപ്പലിറങ്ങിയ തോമസ് സ്ലീഹ നാടൊട്ടുക്ക് സഞ്ചരിച്ച് 7 പള്ളികൾ നിർമ്മിച്ചുവെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയ്ക്കിടെ മലയാറ്റൂർ എന്ന നമ്മുടെ ഈ സ്ഥലത്തും എത്തി. മലയാറ്റൂർ എന്ന വന്യമൃഗങ്ങളുടെ സങ്കേതമായിരുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടിയും തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ദൗത്യത്തിന് കരുത്ത് തേടിയും വിശുദ്ധ തോമസ് സ്ലീഹ മലമുകളിൽ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു അത്രേ. ആ അവസരങ്ങളിലൊക്കെ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് തോമസ് സ്ലീഹയെ ആശ്വസിപ്പിക്കാറുണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. മലയാറ്റൂരിൽ നിന്ന് മദ്രാസിലെ മൈലാപൂരിലേക്ക് യാത്രയായ തോമസ് സ്ലീഹ അവിടെ വെച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് ചരിത്രം. രക്തസാക്ഷ്യത്തിന് ശേഷം ഏതാണ്ട് 800 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാറ്റൂർ പള്ളി വിശുദ്ധനായ തോമസ് സ്ലീഹ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. ഒരിക്കൽ മലയിൽ നായാട്ടിന് പോയ മലവേടർ രാത്രിയിൽ വിശ്രമത്തിനായി വിശുദ്ധ തോമസ് സ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിൽ കയറി. അവിടെ വിശുദ്ധന്റെ കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതകരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയ അവർ താഴ്വാരത്തുള്ള താമസക്കാരെ വിവരം അറിയിച്ചു.
തദ്ദേശവാസികൾ ഉടൻ തന്നെ മലയിലെത്തുകയും അവിടെ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. മലയിലുണ്ടായിരുന്ന പൊൻകുരിശ് വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടെയാണ് മലയാറ്റൂർ പൊന്മല കയറ്റത്തിന് തുടക്കം കുറിച്ചത്. പൊൻകുരിശ് കണ്ടെത്തിയത് മുതൽ മലമുകളിൽ വിളക്കും തെളിയിക്കുമായിരുന്നു. വിളക്കണഞ്ഞാൽ മലമുകളിൽ കാണപ്പെട്ടിരുന്ന വരയാടുകൾ കരഞ്ഞു ബഹളം കൂട്ടുകയും താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യുന്നത് പതിവായിരുന്നു. വിളക്ക് വീണ്ടും തെളിയുമ്പോൾ അവ നിശബ്ദമാവുകയും മലമുകളിലേക്ക് മടങ്ങുകയും ചെയ്യുമായിരുന്നു അത്ര. കുരിശ് കണ്ടെത്തിയ മല എന്ന അർത്ഥത്തിൽ മലയാറ്റൂർ പിന്നീട് കുരിശുമല എന്ന് അറിയപ്പെട്ടു. ആപത്തുകളിലും കഷ്ടപ്പാടുകളിലും പെട്ട് വലയുന്നവരെ ആശ്വസിപ്പിക്കുവാൻ വിശുദ്ധ തോമസ് ശ്ലീഹ വൃദ്ധന്റെ രൂപം ധരിച്ചു വരുമായിരുന്നുവെന്ന് പഴമക്കാർ വിശ്വസിച്ചു പോന്നു. അങ്ങനെ വിശുദ്ധ തോമസ് ശ്ലീഹയ്ക്ക് മുത്തപ്പൻ എന്ന പേരും വീണു. കരമാർഗമുള്ള യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന അക്കാലത്ത് പെരിയാറ്റിലൂടെയാണ് തീർത്ഥാടകർ എത്തിയിരുന്നത്. മലയും നാടും ഒത്തുചേരുന്ന പെരിയാർ തീരത്ത് AD 900 തീർത്ഥാടകർക്ക് വേണ്ടി ഒരു ദേവാലയം ഉയർന്നു. അതാണ് കുരിശുമുടി പള്ളി. സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി ഉയരത്തിലാണ് കുരിശുപള്ളി നിർമ്മിച്ചിരിക്കുന്നത്. തീർത്ഥാടക സഞ്ചയത്തിന്റെ അഭയ കേന്ദ്രമായ ഈ പള്ളി വിശുദ്ധ തോമസ് ശ്ലീഹായാൽ സ്ഥാപിതമായെന്ന് ചരിത്രരേഖകളിൽ കാണുന്നു. എങ്കിലും പലതവണ പുതുക്കി പണിത പള്ളിയായിരിക്കണം എന്നുള്ളത്. വിരിപ്പാറയിലെ കാൽപാദം നിരവധി അത്ഭുതങ്ങളുടെ കേന്ദ്രവുമാണ്. പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപേ ഉയർന്ന കപ്പേള വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഉയർന്നത്. ആന കുത്തിയ പള്ളി പൊൻകുരിശ് കപ്പേളയിൽ നിന്ന് 150 അടി കിഴക്ക് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കുരിശുമുടി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാകുന്നതിന്റെ ഭാഗമായി മലമുകളിലെ ആന കുത്തിയ പള്ളി നവീകരിച്ചു. മലമുകളിൽ ആദ്യത്തെ കെട്ടിടം ഇതാണ്. ഇതിന് എത്ര കാലം പഴക്കമുണ്ടെന്നുള്ളതൊന്നും വ്യക്തമല്ല കേട്ടോ. ചെറിയ പള്ളിക്കുള്ളിലാണ് പണ്ട് പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തിയിരുന്നത്. ഇത് പണിയുന്ന കാലത്ത് മലമുകളിൽ ഘോര വനമായിരുന്നു എന്നാ പറയപ്പെടുന്നേ. അന്ന് ധാരാളം വന്യമൃഗങ്ങളും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തില് കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു പള്ളിയും പരിസരവും. പള്ളിയുടെ കിഴക്കേ ഭിത്തിയിൽ ആനയുടെ കൊമ്പുകൾ തുളഞ്ഞു കയറിയ പാട് ഇന്നും കാണാം. അതുകൊണ്ടാണ് ആനകുത്തി എന്ന പള്ളി എന്ന് പറയപ്പെടുന്നത്. ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ പിന്നീട് വേറൊരു പള്ളി കൂടി പണിതു. ആന കുത്തിയ ഭാഗം കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പിന്നീട് ചില്ലിട്ട് സംരക്ഷിച്ചു പോരുന്നു. പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ തോമസ് ശ്ലീഹയുടെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനും ധ്യാനിക്കുന്നതിനും തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർക്ക് സൗകര്യമുണ്ടാക്കിയിരിക്കുന്നതാണ്. നോയമ്പ് ആരംഭം മുതൽ ഒരുപാട് തീർത്ഥാടകരാണ് ഇവിടെ വരുന്നത്. ഇവിടെ നല്ല തിരക്കുമായിരിക്കും. അങ്ങനെ തീർത്ഥാടക പ്രവാഹം ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു. കുരിശുമേന്തി മല കയറുവാൻ എത്തുന്നവർ ഏറെയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും കാൽനടയായി വരെ എത്തുന്നവരുണ്ട്. കല്ലുകൾ ചുമന്നും കുരിശുകൾ ഏന്തിയും മല ചവിട്ടുന്നു. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ആദ്യത്തെ 570 അടി കയറുമ്പോൾ ശ്ലീഹാപാതയുടെ 1-ാം ഇടം കാണാം. ക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്രയിൽ നിർണായകമായ 14 സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന 14 സ്ഥലങ്ങൾ കടന്നു വേണം മലമുകളിൽ എത്തുവാൻ. മലമുകളിൽ മുത്തപ്പനെ കണ്ട് വണങ്ങി പ്രാർത്ഥിക്കുന്നതിന് മാർത്തമ്മ മണ്ഡപമുണ്ട്. മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ചെല്ലുന്നത് ബലിയർപ്പണ വേദിയിലേക്കാണ്. പിന്നീട് ആനകുത്തിയ പള്ളിയും പള്ളിയുടെ അൾത്താരയും പൊൻകുരിശ് പാറയിൽ പതിഞ്ഞ വിശുദ്ധന്റെ കാൽപാദങ്ങളും കണ്ട് വണങ്ങി വഴിപാടും പ്രാർത്ഥനകളും അർപ്പിച്ച് ഭക്തർ തിരിച്ച് മലയിറങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാറ്റൂർ പള്ളിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കഥകളും. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. തിരിച്ച് അങ്ങോട്ട് കയറിയത് അത്ര നിസ്സാരമായിരുന്നില്ല. ഇങ്ങോട്ട് തിരിച്ചിറക്കം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഞങ്ങൾ ഇരുന്നൊക്കെ ആണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കൊച്ചിന് ഫുഡ് കൊടുത്തു, ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, സ്റ്റാളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങി സ്റ്റാളിൽ വന്നു. സ്റ്റാളിൽ വന്നിട്ട് നേർച്ച പായസം അതോടൊപ്പം തന്നെ മുത്തപ്പൻ്റെ ഒരു ധൂപം മേടിച്ചു, പിന്നെ ഒരു കൊന്തയും മേടിച്ചിരുന്നു. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റാ.